ഇപ്പോ മാനഹാനി കൊണ്ടുള്ള ആത്മഹത്യകളാണ് ഇപ്പൊ ട്രെൻഡിങ്. അങ്ങനെ ഒരു വേവ് അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തനിക്ക് തോന്നുന്നു വെറുതെ ആത്മഹത്യകൾ പലതും നടക്കാം. ഡിപ്രഷൻ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു ഇതിന്റെ പുറകെ സീരിയസ് ആയിട്ട് വല്ലത്തും ആത്മഹത്യ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നടന്നോന്ന് അറിയത്തില്ല. പക്ഷെ ഇതിപ്പോ ഒരു മാനഹാനി കൊണ്ടുള്ള ആത്മഹത്യ, ഒരാൾ എന്തോ പിടിക്കപ്പെട്ടു, അപ്പൊ അയാൾ ആത്മഹത്യ ചെയ്തു. അത് കണ്ടിട്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇത്രയ്ക്ക് വലിയൊരു ബിസിനസ് മാനും അങ്ങനെ ഒരാൾ മാനഹാനി കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇതെന്താ ഇങ്ങനെ? മാനഹാനി കൊണ്ട് എനിക്കിഷ്ടായി. അങ്ങനെ ഒരു സാധനം പിടിച്ചില്ലേ? അപ്പൊ ഈ മാനഹാനി കൊണ്ടുള്ള ആത്മഹത്യ അല്ലേ? ആത്മഹത്യ കൊണ്ടുള്ള മാനഹാനിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതും ശരിയാണ്. ആത്മഹത്യ കൊണ്ട് മാനഹാനി ഉണ്ടായത് ശിംജിതയ്ക്ക സത്യം. പിന്നെ ഇഡിയോ ഏതാണ്ട് IT ഡിപ്പാർട്ട്മെന്റുകാർക്കും ഉണ്ടായി. അല്ലല്ലോ, ഞാൻ ആലോചിക്കുന്നതല്ല, ഈ ഇത്രയ്ക്ക് വലിയൊരു ബിസിനസ് മാനാണ് അയാൾ. ഇത്രയ്ക്ക് വലിയ ആളാവണേ പുള്ളിക്ക് പ്രത്യേക എന്തൊക്കെയോ ഉണ്ട്, കേപ്പബിലിറ്റീസ് ഉണ്ട്. അയാൾക്ക് ഇതുപോലത്തെ സാധനങ്ങൾ മാനേജ് ചെയ്തു പുള്ളി. അയാളുടെ സ്റ്റാഫ് എന്നൊക്കെ പറയുന്നവർ ചിലപ്പോൾ ഈ വന്നേക്കുന്ന IT-കാരെക്കാളും വലിയ പുള്ളികളൊക്കെ ആയിരിക്കും അവിടെ കമ്പനിയിൽ ഇരിക്കുന്നത്. ഭയങ്കര ഡെവലപ്മെന്റും മറ്റതും മറിച്ചതും. ഗവൺമെന്റിന് ഈ ജീവനക്കാർക്ക് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള പൈസയൊന്നും അയാൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് ഒരു ഡോക്യുമെന്റ് എടുക്കാൻ പോയെന്നും പറഞ്ഞുകൊണ്ട് എന്നാ ഡോക്യുമെന്റ് എടുത്തും കൊടുത്താൽ മതി. അതൊരു വല്ലാത്ത ഡോക്യുമെന്റ് ആയി. ആ ഡോക്യുമെന്റ് കൊണ്ട് എല്ലാം അങ്ങ് അവസാനിക്കുന്ന ഡോക്യുമെന്റ് എന്താണെന്നുള്ളത് ശരിക്കും ഇനി കണ്ടുപിടിക്കാൻ. കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ്. എന്ത് കോൺഫിഡൻഷ്യൽ? അങ്ങനെയാണല്ലോ, കോൺഫിഡൻഷ്യൽ ആണ്. അല്ല, അങ്ങനെ ഡോക്യുമെന്റ് അവർ കണ്ടെത്തേണ്ടി വരും. ആ ഡോക്യുമെന്റ് കാണണം, ഞങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ. കണ്ടിട്ട് പോയാൽ മതി. അത്രയ്ക്കും വലിയൊരാളുടെ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഡോക്യുമെന്റ് ആയിരിക്കും അത്. എന്തൊരു ഡോക്യുമെന്റ് ആയിരിക്കും? നെഞ്ചത്തൊക്കെ എവിടെ വെച്ചേക്കുന്നത്? അതെന്ത് പരിപാടിയാണ്? പുള്ളിയുടെ ജീവൻ രക്ഷിക്കാനാന്ന് പറഞ്ഞ ഈ തോക്ക് മേടിച്ചു വെച്ചത്. പുള്ളിയുടെ ജീവൻ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള തോക്ക് മേടിച്ചു വെച്ചിട്ട്, അതായത് ഫിസിക്കൽ ജീവനാലും വലുതാണ് ഈ പറയുന്ന മാനം. പക്ഷെ മാനം ഏറ്റവും കോണമാണോന്നോ അങ്ങനെയൊന്നും ഉണ്ടല്ലോ, അങ്ങനെയും പറയും. പിന്നെ എന്തോ പോയാലും പണം അതിനെ ഏതാണ്ടാക്കുമെന്ന് പറയത്തില്ല. എന്തോ ചെയ്തും പണം ഉണ്ടാക്കി നാണക്കെട്ടും പണം ഉണ്ടാക്കി നാണക്കേടാ പണം മാറ്റിയിടും. അത്രേ ഉള്ളത്. അപ്പൊ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. വിട്ടുകൊടുക്കുക. ഇവർക്ക് സ്ഥലം വിടാലോ. ഇവരെ എന്തിനാ ഇപ്പൊ ഈ റോയ്ക്കൊക്കെ ഇവിടുന്ന് പൊക്കൂടെ? ഇഷ്ടംപോലെ കാശുണ്ടല്ലോ, പലയിടത്തും പല പ്രോപ്പർട്ടി ഉണ്ടാവും, ലോകത്ത് പലയിടത്തും പല പരിപാടി ഉണ്ടാവും. പാമ്പും മരിക്കണം എന്തിനാ? ഉടനെ വെടി വെച്ച് മരിക്കുന്നു. അതും വെടിയൊക്കെ വെച്ച് മരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലല്ലേ? അത് ഒരു വെറൈറ്റി ആണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ബാംഗ്ലൂർ പോയി ചെയ്തത് നന്നായി. കേരളത്തിലാണെങ്കിൽ അത് കേരളത്തിലൊരു ന്യൂസായി മാറിയേ. വ്യവസായി വെടി തീർത്ത് മരിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കേരളത്തിലാണല്ലോ വാർത്ത അയക്കുന്നത്. ബാംഗ്ലൂരാണല്ലോ നടന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ രാജ്യത്തിന് കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റിന്. അപ്പൊ മൾട്ടി സ്റ്റേറ്റ് ഓപ്പറേഷൻ. ബാംഗ്ലൂരിൽ വെടിവെച്ച് മരിച്ചിട്ടുണ്ട്, കേരളത്തിലും വെടിവെച്ച് മരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആള് ബാംഗ്ലൂർ വെച്ച് വെടിവെച്ച് മരിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ. അപ്പൊ രണ്ട് സ്റ്റേറ്റിനും ഒരു ഇതുണ്ട്. രണ്ടുപേർക്കും കിട്ടി. മാത്രമല്ല ഇവിടുന്ന് പോലീസുകാർ അവിടെ ചെന്നിട്ടുണ്ട്. ഇവിടുത്തെ പോലീസുകാർ അവിടെ ചെന്ന് വെടിവെപ്പിക്കുകയായിരുന്നു. അതെ, ഇവിടുത്തെ പോലീസുകാർക്ക് പറ്റുള്ളൂ. എന്തല്ലേ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോ അവർക്ക് അവർക്കത് ആന്റിസിപ്പേഷൻ ഇല്ല. അങ്ങനെ ഒരു സാധനം ഇല്ല. ഇയാൾ ഓടി ചാടുവന്നോ? അയാള് ഡീറ്റെയിൽ ആവുന്ന പോലെ തന്നെ ആ സമയത്ത് അയാൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടില്ല. സാധാരണ അയാളെ വിടുന്നു, അയാൾ അപ്പുറത്ത് പോയി റൂമിൽ പോയിട്ട് വെറുതെ തോക്കെടുത്ത് വെടിവെച്ച് മരിച്ചിട്ട് ഇവര് കാണുന്നില്ല. കണ്ടന്മാരായിട്ട് നിൽക്കും ഇങ്ങനെ. ഓക്കെ, ഇവന്മാർ എന്തിനു പോയതാ അവിടെ? അയാൾ അതിന്റെ ഇടയിൽ ആത്മഹത്യ. ഡോക്യുമെന്റ് മാത്രമേ പോകാൻ അറിയത്തുള്ളൂ. ഇവരവിടെ നിന്നു. ഇതാ പറയുന്നത്, പ്രോട്ടോകോള് വേണ്ട രീതി പാലിക്കുന്നില്ല പലയിടത്തും. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ. തോന്നിയ പോലാണോ? അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഒന്നുമില്ല. എടോ, അയാളവരുടെ തിരിച്ചു കഴിഞ്ഞാൽ അവരാ പോകണ്ട എടുക്കാൻ. അല്ലാതെ ഇയാൾ അവിടെ നിന്ന് എടുത്തോണ്ട് അവിടെ വെച്ച് കത്തിച്ച് കളഞ്ഞ എന്ത് ചെയ്തിന്? തിന്നാൻ ചെയ്യും. ശരിയാ, വിഴുങ്ങിയാലോ ഡോക്യുമെന്റ്.
വിഴുങ്ങിട്ട് കാര്യമില്ല, അത് ഗോമാര് തൂറി എടുക്കും. അറിയണോന്ന് പേപ്പർ ആയിരിക്കണം നിർബന്ധം. പേപ്പർ ഇപ്പൊ വിഴുങ്ങിയല്ലോ എന്നുള്ള അങ്ങനെയൊക്കെ ഡൗട്ടൊക്കെ എടുക്കാൻ എന്തൊക്കെ ചെയ്താലും വയറ്റി കിടന്നത് മറ്റേതായി പോകും. അതും ശരിയാ, ആമാശയത്തിൽ ശ്വാസകോശമായി മാറും. അത് തന്നെ, ആമാശയത്തിൽ കിടന്ന് ശ്വാസകോശം സ്പോഞ്ച് പോലാക്കും. എന്തൊരു ഡിപ്പാർട്ട്മെന്റ് അത്, അങ്ങനെ വിടുവാണോ? ഇവര് 2 ദിവസമായിട്ട് ഇതിന്റെ പുറകെ നടക്കുവാന്നാ പറയുന്നത്. തപ്പി കിട്ടിയില്ല ഇപ്പൊ ഉണ്ടേ മെഡിയൊക്കെ ആയിട്ട് എല്ലാം കൂടി കിട്ടിയല്ലോ, എല്ലാവർക്കും ഹാപ്പി ആയില്ലേ. പക്ഷേ ലാലന്റെ ബെസ്റ്റ് ഫ്രണ്ട് അതാ പറഞ്ഞത്. ശരിക്കും സോഷ്യൽ മീഡിയ അങ്ങനെ പറഞ്ഞത്. സോഷ്യൽ മീഡിയ അങ്ങനെ പറയുന്നുണ്ടോ? ഓട്ടെ, ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിട്ടെ എനിക്ക് തോന്നുന്നു എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. വേറെന്തോണത്? അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് കാണണം. അതുമല്ല, ഇത് നേരിടാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ബിസിനസ്സുകാരാ? ഡോക്യുമെന്റ് ആയിട്ട് തന്നെ അയച്ചാൽ മതി വാട്സാപ്പിൽ. അതെ, വാട്സാപ്പിൽ ഡോക്യുമെന്റ് ആയിട്ട് അയക്കാം. എന്നിട്ട് ആടിപ്പോ അവന്മാരുടെ മണ്ടത്ര അത്രേ ഉള്ളൂ. അവര് പണി ചെയ്യാൻ പോയി, അത്ര വലിയ ആൾക്കാരൊന്നും അല്ല അവരാരും. അവർക്ക് ഇത്ര ലക്ഷറി ഇല്ല, ഇത്ര പ്രോപ്പർട്ടീസ് ഇല്ല, ഇത്രയും ബിസിനസ് ഇല്ല, ഇത്ര ഫെയിം ഇല്ല, ഒന്നുമില്ല. സാധാരണക്കാരായ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അത് നേരിടാൻ പറ്റുന്നില്ലാത്തൊരു ബിസിനസ്സുകാരെന്ന് പറഞ്ഞാല് അതെന്ത് പരിപാടിയാ? ഇവന്മാരെന്തെങ്കിലും കള്ളത്തരം ചെയ്യും ഇയാള്? അതുമില്ല. അവർക്കെതിരെ ഒന്നും കള്ളക്കളി കളിക്കാൻ പറ്റത്തില്ല. ഒരു ഏതെങ്കിലും ഒരു IT ഡിപ്പാർട്ട്മെന്റ് ഒന്നും വിചാരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവിടുത്തെ ഈ മെയിൻ സ്ട്രീം ഇവിടെ പൊളിറ്റീഷ്യൻസ് ഒന്നും അയാളുടെ മരണമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകളുണ്ട്. ഞാൻ അല്ലാതെ അങ്ങനെ നോക്കിയില്ല. ശരിയാ, എല്ലാരും എന്തുകൊണ്ടാണ് ആരും മിണ്ടാത്തതെന്നൊക്കെ ഉള്ള ഭയങ്കര ഡൗട്ട്. മോഹൻലാലിന്റെ ഫ്രണ്ടായിട്ട് മോഹൻലാൽ മാത്രമേ പോസ്റ്റ് ചെയ്തെന്ന് പറയണേ. മോഹൻലാൽ പോസ്റ്റ് ചെയ്തു ശരിക്കും മരിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നു. ചിലപ്പോ ഒരു ഫ്രണ്ട്സ് ആയിരുന്നിരിക്കും. അതെ, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. അതെ, കറക്റ്റ്. പുള്ളി പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, വല്ല ഇൻവെസ്റ്റ്മെന്റ്സോ കൺസ്ട്രക്ഷൻസോ പൊളിക്കാനോ പണിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിയായിരിക്കും വെച്ച് പണിയിപ്പിക്കുന്നത്. ഈ പൊളിക്കാനോ കൺസ്ട്രക്ഷൻ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇടയ്ക്ക് ബിസ്ക്കറ്റ് കച്ചവടം ഉണ്ടായിരുന്നു. ആണല്ലേ? അത് അങ്ങോട്ട് ഏറ്റില്ല. ഷൈനി ബിസ്ക്കറ്റ്സ്. അത് പോട്ടെ, ഇതിലോട്ടെ. അത് പറഞ്ഞാൽ കുറെ അധികം പറയേണ്ടി വരും. എന്നാലും ഇത്രയും ബിസിനസ് ഒക്കെ ചെയ്യുമ്പോ എന്തിനായിരിക്കും അവർ ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ചെയ്യുന്നേ? മരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതല്ലടോ, ഈ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള തട്ടുകേടുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പൊടിക്കൈകളോ അല്ലെങ്കിൽ വേറെ സാധനമുണ്ട് ഇതുപോലത്തെ തട്ടുകേട് പോലത്തെ ഏനക്കേട് എന്തെങ്കിലും പറ്റിപ്പോയാ ചെറുക്കനൊരു ഏനക്കേട് പറ്റിയതാ. ചെറുതായിട്ടൊന്ന് ഗർഭിണിയായി പോയോള്. അയ്യോ, അങ്ങനെ ഒരവസ്ഥ അതെങ്ങനെ ഉണ്ടാവും അല്ലേ? എന്ത് കോൺഫിഡൻസ് അത്? അങ്ങനെയാണെ ഇന്റർവ്യൂ കൊടുക്കുന്ന കണ്ടാ ഭയങ്കര ചില്ല് ചോറ് മനുഷ്യൻ. പിന്നെ കുറെ ചാനലൊക്കെ ചെയ്തിട്ടുണ്ട്, മാത്രമല്ല ഭയങ്കര നന്മയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇതിപ്പോ പറഞ്ഞ പോലെ പലരുടെ വീട്ടിൽ ചെന്നാൽ ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. ഇതുപോലെ കോടീശ്വരനായിട്ടുണ്ടോ? അതിപ്പോ അംബാനിയുടെ വീട്ടിലേക്ക് കയറാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ചിലപ്പോ അംബാനിയും കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുമായിരിക്കും. വേണേ അപ്പുറത്തേക്കുന്ന പണിക്കാരെ കൊല്ലുകയും ചെയ്യും. ബോംബൊക്കെ ആയിരിക്കും പൊട്ടുന്നത്, പുല്ലു കെട്ടിടമൊക്കെ പൊട്ടിത്തെറിക്കും. ഇവന്മാരും ചാവേണ്ടി വരും അവിടെ ചെന്ന്. വല്ല വൈൻ പൊട്ടിത്തെറിച്ച് വരിക്കും അല്ലേ? കൊള്ളായിരുന്നു. ഇവരൊക്കെ നല്ല ബോധമുള്ള ആൾക്കാരെ ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലേ പിന്നെ അതുപോലെ ഉടായ്പ കാണിക്കാൻ അറിയത്തില്ലെന്നുള്ള അവസ്ഥയിലെത്തിയോ? കഴിഞ്ഞ ദിവസം ഈ എടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഏതൊരു അമ്പലത്തിലെ ഉത്സവം, രാത്രി 10 മണിക്ക് ബ്ലോക്ക്. സാധനമായിട്ട് റോട്ടിലിറങ്ങിയേക്ക. അല്ല, അതാ പറഞ്ഞത്, ഈ പരിപാടി തീരുന്നില്ല. ഇത് പള്ളി, അമ്പലം, മറ്റേ രാഷ്ട്രീയക്കാര് എല്ലാരും കൂടി ചേർന്നിട്ടാണ്. എങ്ങനെയാണോ ഇത്? ഇങ്ങനത്തെ ഒരു ഗതികെട്ട ഒരു വെളിവില്ലാത്ത ഈ യാതൊരു ബോധം വെളിവില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ ഗ്രൂപ്പ് അത്. ഇതൊന്നും താൻ എന്തിനാ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പുറത്ത് പറയണേ, ബഹളം വെക്കണോ നമ്മൾ റോഡിലിറങ്ങി? നമ്മളിങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താൽ നോർമൽ ആവും. ഇത് കൊള്ളാലോ. ഒന്നൂടി ഒരു അത് ഓക്കെ അല്ല, കറക്റ്റ് ആയില്ല. ഇത് പിന്നെ കൊള്ളായിരുന്നു. അത് ഞാൻ കുറച്ചുകൂടെ നാച്ചുറലാണ്.
മറ്റേത് മെത്തേഡ്. ബോണും ബോൺ ആക്ടിങ്ങും ബോട്ടപ്പ് ആക്ടിങ്ങും മെത്തേഡും പില്ലോട് എല്ലാം ഉണ്ട്. മമ്മൂട്ടി എന്തെടുക്കണോ പാവം? മമ്മൂട്ടിക്ക് ഇത് കിട്ടി അവാർഡ്. ഏതാ വേടാ? ഓ കുംഭമേള. സുരേഷ് ഗോപി. എല്ലാരും ചോദിക്കുന്നു പോഡ്കാസ്റ്റ് എന്താ തുടരാത്ത, ഞാൻ കാണിച്ചില്ല. അങ്ങനെ ചോദിച്ചോ? ഞാൻ തിരിച്ചത് ചോദിക്കുന്നു അവരോട്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്? ഞാനോട് എന്നാ പിന്നെ ഇതിനകത്തോട്ട് റെക്കോർഡ് ചെയ്ത് അതിനകത്തൊക്കെ ഇട്ടാൽ അത് നല്ലൊരു നീക്കമായിരിക്കും. അതെ, ഡെയിലി വേണം ഇതൊക്കെ കാണിക്കാവുന്നേ ഉള്ളൂ. പിന്നെ കാണിക്കാൻ മടിയായതുകൊണ്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നും ഇല്ലല്ലോ. അയ്യോ, ആത്മഹത്യ ഉണ്ടായ മാനഹാനി കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ അല്ല ജയിലിൽ പോയി. ലോകത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, ഒരിടത്തും സംഭവിക്കത്തില്ല ഇത്. മാനഹാനി കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ അനേകം കണ്ടിട്ടുണ്ടെങ്കിലും മാനഹാനി കൊണ്ട് ആത്മഹത്യ ചെയ്ത് ജയിലിൽ പോയി. അന്യായമാകട്ടെ, പോലീസ് ഈ പിണറായി വിജയന്റെ പോലീസ് ആയി കിടന്ന് കളിക്കുന്നതാണ്. പക്ഷെ പിണറായി വിജയന്റെ പോലീസ് അല്ല ഇത് പിണറായി വിജയന്റെ പോലീസ് ഒന്നുമല്ല. പിണറായി വിജയന്റെ പോലീസ് ഇങ്ങനെയൊന്നും ഇങ്ങനെയല്ല. അതൊക്കെ നല്ല ബോധത്തോടു കൂടി ഇടപെട്ടുണ്ട് മുമ്പ്. ചെറുതായിട്ടൊന്ന് ചെറിയൊരു ബിസിനസ് ഡീലിങ്സിൽ അതൊന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊന്നും മാറ്റി ഇടപാട് നടത്തിയിട്ടുണ്ട്. ആരും ഒന്നും വിചാരിക്കരുത്, സെറ്റാക്കാം, നമുക്ക് നോക്കാം, സെറ്റാവുമായിരിക്കും, പ്രാർത്ഥിക്കാം എല്ലാവരും. കടക്ക് പുറത്തൊക്കെ പറയുന്ന ആള് അതൊക്കെ കഴിഞ്ഞ് കടക്കൊന്നുമില്ല ഇനി. അതൊക്കെ ആരോ കാര്യമായിട്ടൊന്ന് എന്തോ ഇടപെട്ട് കത്തിയുടെയും കടാരയുടെ കൂടെ പോയതുപോലെ അല്ല, അതല്ല ഇത്. വടിവാള് ഊരിപ്പിടിച്ച വടിവാളുകൾ ആ സമയത്ത് അത് ട്രോളിങ്ങിലും ആ സാധനം കേട്ട് എനിക്ക് ഭയങ്കര രസം തോന്നിയിട്ടുണ്ട്. മനസ്സിലാവട്ടെ, എനിക്കത് അപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് പിണറായി വിജയനോട് പേഴ്സണലി ഒരു താല്പര്യമുള്ള ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ ചെറുതെവിടെയോ കുറച്ച് അവശേഷിക്കുന്നുണ്ട്. എന്താ പറയപ്പോ, എങ്ങനെയാണോ ഇതിപ്പോ ഈ വിശ്വാസികളുടെ പോലെയല്ലേ നമ്മളെന്തല്ലേ, ഞാൻ എന്റെ കാര്യമായിട്ടോ ഇയാളല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇയാളൊരു മൈൽഡ് എന്താണ് അതാണ് കട്ട് ചെയ്ത് പറഞ്ഞേരം, അത് കേസാവും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോ പിണറായി ഒന്നുകൂടെ ഓട്ടൊക്കെ ചെയ്തത് വേറെ കാര്യം. പക്ഷെ വേറെ വഴിയില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ, ആർക്ക് കൊടുക്കാനോ? CPM അല്ല വേറെ ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ശ്രീ PIM എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ അവസ്ഥകൾ. ആൾക്കാർ CPM ഒക്കെ ഇട്ട് CPI ചേർന്നു ചെയ്തോ? ആ പിന്നെ എത്രയോ പേര് CPI ചേർന്നു. എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2-3 പേരായി, 4-5 പേരായി CPIയില്. വിട്ടു പോകുന്നത് എന്തൊരു അവസ്ഥയത്. പാർട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് വിചാരിച്ചല്ലോ, ഞെട്ടിപ്പോയി ഇതൊക്കെ കണ്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോ BJP എടുക്കുമായിരിക്കും കേരളം. സുരേഷ് ഗോപി വെറുതെ പറഞ്ഞല്ല, ഞങ്ങളങ്ങനെ അടക്കം. പിന്നെ മലയാളികൾ അത്ര വോട്ടന്മാരല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ എടുക്കുമായിരിക്കും അല്ലേ? പിന്നെ അല്ല, കുറച്ച് സമയം എടുക്കും. അതിനുള്ളിൽ എല്ലാം കൂടെ അടിച്ചു പോകാനും മതി. പിന്നെ വേറെ അവസാനം വരെ ചെറുത്തതെന്നൊക്കെ പറഞ്ഞു വേണേ പോസ്റ്റ് ഒക്കെ വരും. അപ്പോ ലാസ്റ്റ് വരെ അവസാന ശ്വാസം വരെയും പൊരുതി നേടി എന്നൊക്കെ പറയുന്നത്, പൊരുതി തോറ്റു എന്നുള്ള സാധനമില്ലേ, ആ സാധനം പിടിക്കാം. അത് നല്ലൊരു സാധനം ആയിരിക്കും. ആ ക്യാപ്സ്യൂള് ഇറക്കിയാൽ മതി. പൊരുതി തോറ്റു ക്യാപ്സ്യൂള് പോരാതെ വരും. വേറെ ക്യാപ്സ്യൂള് പോരാതെ വരും അല്ലേ? സർജറി നടത്തേണ്ടി വരും. അതാ ഈ ശരിയാ നമ്മൾ പറഞ്ഞ വിഷയത്തിന് പിന്നെ തെന്നി പോവാ. എന്ത് ഇത് പോഡ്കാസ്റ്റ് വരുമ്പോ എന്താ തെന്നുന്നേ? പോഡ്കാസ്റ്റ് അങ്ങനെ ഒരു പ്രത്യേകത. പോഡ്കാസ്റ്റ് വന്നാൽ തെന്നിപ്പോവും. വിഷയത്തിൽ നിന്ന് തെന്നലേ ശരിയല്ല. അല്ലെ പിന്നെ അങ്ങനെയാണെ നമുക്ക് മറ്റേ വേറെയൊക്കെ പാടേണ്ടി വരും. തന്നെണ്ണം പറ്റുമോ? ഇല്ല, തെന്നെ വേണമല്ലേ? തെൻ വേണം. അത് തേനല്ലേ? തെന്നണം. തെന്നി തെന്നി മുത്തി ചിതറിയ മാറും. അത് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ രക്ഷയുള്ളൂ. അയ്യോ, അപ്പൊ ശരി, എന്നാ നമുക്ക് ഇത്രയൊക്കെ മതിയാവും അല്ലേ?
ഇല്ല, 1-2 പോയിന്റുകൾ കൂടി അതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ ചെയ്യേണ്ടി വരുമോ? ഞാനൊന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ. അത് കേട്ടല്ലേ? ഓ, എന്റെ ആളെയാ ക്ലബ് ഹൗസ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ചർച്ചയത്. ഒരു പോയിന്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യാണ്ട് അതൊന്ന് ആഡ് ഓൺ ചെയ്യാം. ഡീസന്റ് പരിപാടികൾ കാണാൻ പറ്റിയ ഡീസന്റ് മെമ്പേഴ്സിന്റെ അടിപൊളിയായിരുന്നു. അതുണ്ടോ? ഇല്ല, ആരും ഇല്ല ഇവിടെ. താങ്ക് യു സോ മച്ച്. അവരൊക്കെ മറ്റേ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ വിട്ട് വേറെ വഴിക്ക് പോയി, അവരവരുടെ പണിക്ക് പോയി. അതും ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ലെന്നും മനസ്സിലായി. ആരോട് എന്തോ വലിയ സംഭവമാണ്. ആരൊക്കെ എന്തൊക്കെ പറയുന്നു. അന്ന് പറഞ്ഞവര് നമ്മളെ എതിർത്ത വിഷയങ്ങളാണ് ഇപ്പൊ നടന്നപ്പോ മരിച്ചപ്പോ എല്ലാവരും തിരിച്ചു പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, മറ്റേ മുലക്ക് പിടിച്ചെന്ന് വെച്ചൊരു കൊച്ചിനെ ഇവര് ചെയ്ത് ശരിയായില്ലപ്പോ എല്ലാം കൂടെ തർക്കിച്ചിട്ട് ഉള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ നമ്മളെ റിപ്പോർട്ട് അടിക്കുന്നു, അതിനകത്തൊന്ന് പാനലിൽ നിന്ന് ഇറക്കി വിടുന്നു, നമ്മളെ തന്നെ അഡ്മിൻ ആക്കി വരും, നമ്മളെ ഇറക്കി വിടുന്നു. അത്രയും പരിപാടി അവിടെ നടന്നു. വേറെ പരിപാടി നടന്നു. മറ്റേ മീറ്റു ആരോപിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. മീറ്റു ഇവനൊക്കെതിരെ മീറ്റു ആരോപിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുന്ന വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഉണ്ട്, ശരിയാ. മനസ്സിലായില്ലേ? എന്തൊരു അവസ്ഥയാണെന്നാലും അവരെ നോക്കണ്ട, അവരെ വിട്ടേക്ക്. ഇവിടെ കൊള്ളാവുന്ന ആൾക്കാർ വേറെ ഉണ്ട്. ആ പണി അറിയാവുന്ന ഒരു പണിയുന്നുണ്ട് ഇവിടെ. ഭയങ്കര നഷ്ടമാണ്. എന്തൊരു അവസ്ഥയാന്ന് ഓർത്തേക്ക്, അവരുടെ ആ ബോധം ഒന്ന് ഓർത്തേക്കിടും. എടോ, അത്രേ വരുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് അവരെങ്ങനെ വരാനാ? അവർക്ക് വരാൻ പറ്റുന്നിടത്തോടെ വരാൻ പറ്റുള്ളൂ. അതും ശരിയാ. അല്ലാണ്ട് പിന്നെ വലിയ പുള്ളികളൊക്കെ ഉണ്ടാകുന്നു ഓർക്കുന്നുണ്ടോ? ഇവിടുത്തെ വലിയ മഹാസംഭവം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വന്നിരുന്ന എതിർത്ത്. അത് തന്നെ അതിന്റെ ഇപ്പൊ അവര് പറയുക പലരും, അതല്ല ചെയ്യണ്ട, ഇത് ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ആക്കണമെന്നൊക്കെ. ഇപ്പോഴും വന്നിട്ടില്ല, മൊത്തത്തിൽ മനസ്സിലായിട്ടില്ല. കാര്യം മനസ്സിലായിട്ടൊന്നുമില്ല. ഹ്യൂമൻ സൈക്കോളജിയെ കുറിച്ച് യാതൊരു ധാരണയില്ല. അങ്ങനെ ഒരു പരിപാടി അവർക്കറിയാവുന്നത് ആണും പെണ്ണും, അവർക്കറിയാവുന്ന മൊറാലിറ്റി മാത്രമാണ്. പക്ഷെ വേറെ പ്രശ്നം പറ്റി ഇവിടെ. ഇവിടുത്തെ സകല ചാനലും 24 ന്യൂസ് അടക്കം അത് കഴിഞ്ഞ് പിന്നീടുള്ള പരിപാടികളിലെല്ലാം ഇവരൊരു പണി ചെയ്യുന്നുണ്ട്. അത് ഇവർക്ക് രണ്ടു കൂട്ടർക്കും മനസ്സിലായിട്ടില്ല. എനിക്ക് രാഹുൽ ഈശ്വർ ടീമിന് അറിയാമെന്ന് തോന്നുന്നത്. കാരണം ആണും പെണ്ണും തമ്മിലാണ് ഇവര് പരിപാടി അവതരിപ്പിക്കുന്നത്. അതായത് ശ്രീലക്ഷ്മി അറയ്ക്കലിനെയും ഈ ഐശ്വര്യലക്ഷ്മിയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു സൈഡിൽ ഇരുത്തി പെണ്ണുങ്ങളെ വേണ്ടി സംസാരിക്കാൻ എന്നുള്ള രീതിയിൽ പെണ്ണുങ്ങൾ വന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ. തൊട്ടപ്പുറത്ത് രാഹുൽ ഈശ്വരൻ ടീമും പിന്നെ അതിനിടയിൽ ആരാണ്ടൊക്കെ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് വെറുതെ വന്ന് ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ. അത് മറ്റേ മുസ്ലിം ലീഗിന്റെ പരിപാടിക്ക് ഒരു സാമ്യം ഉണ്ടാവില്ലേ, അതുപോലെ അങ്ങനെ കൊണ്ട് നിർത്തി. എങ്കിലും ഏറ്റവും വലിയ രസം എന്നാണെന്നറിയോ, ഈ ശ്രീലക്ഷ്മി ഒക്കെ വന്ന വാടകയാണ്ട് വിളിച്ചു പറഞ്ഞു അങ്ങനെയാണോ ഇങ്ങനെയാണോന്ന് പറഞ്ഞൊരാള്. ഈ ഐശ്വര്യലക്ഷ്മി ഞാൻ അന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂല് പ്രതികരിക്കുന്നതായിട്ട് കണ്ടത്. അവരെ വിളിച്ചു വരുത്തി. എടാ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇട്ട് ഞാനാ. അവര് അപ്പുറത്തൊരു ആണിനെ കൊണ്ട് ഇരുത്തിയില്ല. അതിന് ആണുങ്ങൾക്ക് ഇങ്ങനെ പറയാം, ആണുങ്ങൾക്ക് ഇഷ്ടമാണോ ഇതെല്ലാം? ഇവരിതിങ്ങനെ ഒരു പ്രത്യേക ഒന്നാമത്തെ കാര്യം തന്നെ വിളിക്കില്ല. തന്നെ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഈ സോഷ്യൽ ഓർഡറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇവിടുത്തെ എന്ത് പറഞ്ഞാലും ആലോചിച്ചോക്കെ, ഇതേ കാര്യത്തിൽ ഇന്നേ വരെ ഈ കൂട്ടർ ആരും പറയാത്ത അഭിപ്രായം ഞാൻ എന്നാ ജയിലിന്റെ മുന്നിൽ എന്ന് പറഞ്ഞതാ. അതാ പറഞ്ഞേ, ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല. അതും ശരിയാ. പക്ഷെ ഇത് അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയുള്ള സമയത്തൊക്കെ വിളിക്കാവോ? പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ ഈ പറയുന്ന സാധനം അല്ല അവർക്ക് ആവശ്യം. അവർക്ക് ഇത് ബിസിനസ്സാ. ഇതൊരു ബിസിനസ് മാത്രമാണ്. ഈ ടെലിവിഷൻ ചാനലുകൾക്കൊന്നും അങ്ങനെ യാതൊരു പ്രതിബദ്ധതയുള്ളവരൊന്നുമല്ല. അവരവരുടെ ആ സമയത്തെ പ്രോഗ്രാമിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം സെല്ലാവും എന്നുള്ളത് മാത്രം അവരുടെ വിഷയം അല്ലേ. തന്നെ വിളിച്ചത് വലിയ പാടാടോ. ആൾക്കാർ മറ്റേ മോശം കമന്റ് ഇടും ഇവരുടെ മറ്റേ കമന്റ് ബോക്സിലൊക്കെ. അവർക്ക് കിട്ടുന്ന നല്ല കമന്റ് കൊണ്ടല്ല, അവർക്ക് ഈ സാധനം അങ്ങനെ പറയാൻ താല്പര്യമില്ല. ഇപ്പോഴും ഇവര് പറയുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം നിർത്തുന്നതാണ് മൊത്തത്തിൽ നല്ലത്. മനസ്സിലാവുണ്ടോ? തന്നെ ക്യാൻസലിംഗ് ആണത്. ഇത് വേറൊന്നുമല്ല. അല്ലാതെ തന്നെ വിളിക്കാത്തതല്ലത്, അല്ലെങ്കിൽ തന്നോട് ഡിസ്കസ് ചെയ്യാൻ നിൽക്കാത്തതല്ല, ക്യാൻസൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെന്ന് ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്തായിരിക്കും പറയാ തിരിച്ച്? ഇതിനൊക്കെ എന്ത് മറുപടി ആയിരിക്കും ഇവർക്ക് പറയാനുണ്ടാവുക? അത് ആർക്കും ഇതിങ്ങനെ ഒരു ഏരിയയിലോട്ട് കോൺവെർസേഷൻ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ഇവർക്ക് എളുപ്പം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇത് എന്തെല്ലാം ബിസിനസ് ആണ്. അതാ പറഞ്ഞത്. ബാക്കിയുള്ളവർ നോക്കുന്നതല്ല ഇവരെ രണ്ടുപേരും വിളിച്ചോണ്ട് പോയിട്ട് അതിനെ കുറിച്ച് പറയിക്കുക. ഈ രണ്ടുപേരാണല്ലോ ഇതിന്റെ കാര്യങ്ങൾ. അവരെ കൊണ്ട് മാത്രമേ പറയിക്കത്തുള്ളൂ. അവരാകുമ്പോഴാണ് അതിനകത്ത് കണ്ടന്റ് ട്രോളുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നശിച്ച മൈരന്മാരെന്ന് ഓർക്കുന്നുണ്ടോ? വാർത്ത ഉണ്ടാക്കി വെച്ചത് മോഹൻലാലിനെ ഇയാൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുന്നുണ്ട്. മലയാളം എന്തൊരു ഡെസ്ക്, ഡിജിറ്റൽ ഡെസ്ക്, അതിനൊക്കെ അവർക്കറിയാം.
ചെറുതാൻ അങ്ങനെ പറഞ്ഞു, ചെറുതാൻ ഇങ്ങനെ പറഞ്ഞു, അടിച്ചു വെക്കും. ഇതിനകത്ത് ഈ പറഞ്ഞ സംഭവത്തിനകത്ത് ഈ പറഞ്ഞ രണ്ടുപേരുടെയും വാർത്തയൊന്നും വന്നിട്ടില്ല. ശ്രീലക്ഷ്മിയുടെ വല്ലതും ആരിലും അടിച്ചു വിട്ട് കാണും. പക്ഷെ മലയാള മനോരമയിലും ഏഷ്യാനെറ്റിലും വാർത്തയും വന്നു, ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞു. എന്നിട്ടും അവർക്ക് ആ സ്ഥലത്തോട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ല. ഇത്ര പേടിക്കുന്ന അങ്ങനെ പേടിക്കണ്ട. ഞാൻ എന്ത് ചെയ്യാൻ അവിടെ വന്നിട്ട്? ഇയാളാരും കടിക്കൊന്നുമില്ല. ഞാൻ മരത്തി അടിക്കത്തില്ലേ? അത് പറയാം. ചിലപ്പോ താൻ പറഞ്ഞ ചിലപ്പോ അത് വിശ്വസിക്കില്ല. ഞാൻ പറയാം തന്റെ ഇയാളങ്ങനെ എനിക്ക് കുറച്ച് വർഷമായിട്ട് അറിയാം. ഇയാളങ്ങനെ കടിക്കുന്ന ആളൊന്നുമല്ല. നമ്മളിപ്പോ ഞാൻ എത്ര അടുത്തിരുന്നല്ലേ സംസാരിക്കും, ഒരു പ്രശ്നമില്ല. അതിക്രമം കണ്ടു ഇങ്ങനെ അലച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഇല്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഈ നാലീശ്വരായിട്ടൊക്കെ അന്നും കണ്ടു ഏതോ ഒരു പൊട്ട പരിപാടിക്കകത്തിരുന്നിട്ട് അവന്മാരായിട്ടൊക്കെ പറഞ്ഞു ഞാനും എന്തോ പറയുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പറയുന്ന ഇത് ഞാൻ പറയുന്നുണ്ട് അന്നും ഇന്നും ഒക്കെ. ഇതിന്റെ ഇവരാരും ആ സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ പറ്റി ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് നിർത്തിയിട്ടില്ല. ഗവൺമെന്റിന്റെ റോൾ എന്താന്ന് പറയുന്നില്ല. ആരോഗ്യ സുരക്ഷാ വകുപ്പിന് ഇതിനകത്ത് എന്താണ് റോൾ എന്ന് പറയുന്നില്ല. ഒന്നുമില്ല. ഇതിന് ഇനി എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. അപ്പോഴും അവിടെ കിടന്ന് തമ്മിത്തല്ല് അവതരിപ്പിച്ച ഷോ നടത്താൻ വന്ന ശരിയാടോ? തമ്മിത്തല്ലിക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് അങ്ങനെയൊക്കെ കാണിച്ച് ബിഗ് ബോസ് പോലത്തെ വേറെ പരിപാടിയാണോ? ശ്രീകണ്ഠൻ നായരുടെ ഷോ വിചാരിച്ചാൽ മതി. ശ്രീകണ്ഠൻ നായരുടെ ഷോയും അല്ല, ഈ ശ്രീകണ്ഠൻ നായർ എങ്ങനെ ഇതൊക്കെ നടത്തിയിട്ട് വലിയ സംഭവമാണെന്ന് തോന്നിയത് ആളുകൾക്ക്? അത് നായരല്ലേ, അങ്ങനെയുണ്ട്. നായന്മാർക്ക് ഇപ്പൊ ഇതാണ് പണി. അങ്ങനെ നായർ അല്ലെങ്കിൽ പിന്നെന്താണ് SKN, അതെങ്ങനെയുണ്ട്? അല്ല, ഇത്തിരി പരിപാടിക്ക് എനിക്കറിയാം. അത് കണ്ടായിരുന്നോ? ഇല്ല. SKN കണ്ടില്ലേ? SKN സാർ പുള്ളി ഇപ്പൊ SKN എന്ന് അറിയപ്പെടുന്നത്. ഞാനിതെന്താ താനൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഭയങ്കര സീരിയസ് പ്രശ്നമാണ്. പുള്ളി അറിയപ്പെടുന്നത് SKN എന്നാ. അങ്ങനെ പഴയ നായരല്ല, വേറെ സീനാ. പറയണ പോലെ നിന്നങ്ങ് ഭയങ്കര അവതരണം നടക്കിടുന്ന അങ്ങോട്ട് അവതരിപ്പിക്കാന്ന് പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ടോ. ഇയാള് ഈ അവതരിപ്പിക്കാൻ ഇറങ്ങിയതാണല്ലോ, അപ്പൊ അതങ്ങ് അവതരിപ്പിക്കുക. പിന്നെ അങ്ങ് ഫുള്ള് ആ ജോലി അങ്ങ് ചെയ്യുക. ഭയങ്കര പണിയാ. ഇത്ര പണിയെടുത്ത് ആരായാലും മറ്റേ വലിയ ആളായി. ഹാഷ്മിയാണ് ഏറ്റവും പൊളി. പക്ഷെ ഹാഷ്മി ഒരു വെല്ലുവിളി ആവും ഇയാൾക്ക്. റിപ്പോർട്ടറിലാണ് ഹാഷ്മി. ഹാഷ്മി 24 മൊത്തം ഷോക്കാരാ. പൊന്നെ, ഒരു പടം എടുക്കാട്ടോ നിങ്ങക്ക്. നിങ്ങളുടെ ആൾക്കാരെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റും. ഹാഷ്മി ഡയലോഗ് എഴുതിക്കൊണ്ട് വന്ന് പ്രസന്റ് ചെയ്യും, നല്ലപോലെ പൊളിയായിരിക്കും. നിർത്തത്തില്ല, ഒരു സിനിമ മുഴുവനും വേണം സംസാരിക്കും. തുടക്കം വരെ അവസാനം അത്രയും പഠിക്കാനൊക്കെ ഉള്ള മെമ്മറി ഒക്കെ ഉണ്ട്. ഡയലോഗ് ഒരു പാറ്റേണില് സുരേഷ് ഗോപി ലൈനില്. എന്നിട്ട് ആര് ശ്രീവിരുദ്ധ ചാപ്പ് കിട്ടും നിനക്ക്, എന്നാലും കുഴപ്പമില്ലെന്ന്. പിന്നെ ആ സാധനം പോന്ന് പുറത്തോട്ട്. ആ സാധനം കഷ്ടമുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് പഠിച്ചത്. ഏതാ എത്രന്ന് വെച്ചിട്ട്? അല്ല, ഞാൻ ചോദിക്കുന്നതല്ലേ, ഭയങ്കര കഴിവുള്ളവനെ പോലാ തോന്നുന്നേ ഇവന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോ. പക്ഷെ ഇവൻ പറയുന്നത് ഇതാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്നല്ലേ തോന്നത്തുള്ളൂ. ഒരു കാര്യം മനസ്സിലായിട്ടില്ല. ആ സീൻ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അവൾ അങ്ങോട്ട് തട്ടി എന്ന് പറഞ്ഞത് കേട്ടിട്ട് കണ്ടിട്ട് ഇതാണോ? ആ വീഡിയോ കണ്ട ഏത് പൊട്ടനും മനസ്സിലാവും അവൻ എങ്ങനെ തട്ടുന്നതാണ്. ഈ കൈ ഇങ്ങനെ അനക്കുമ്പോ നീ ആലോചിക്ക്, ഒരാള് ബാഗ് വലിച്ചിട്ട് കൈ ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പുറത്തേക്കുന്ന പെണ്ണ് അങ്ങോട്ട് ചെന്ന് കൈ ഉന്നം വെച്ച് നിൽക്കുകയാണ്. കൈ അനങ്ങും, ഇപ്പൊ അനങ്ങും. അതാ ഇവര് പറയുന്നത് ക്രിയേറ്റഡ്. അവള് അതിനു വേണ്ടി ചെന്നാന്ന് പറയുമ്പോ ആ ഒരു ഈ കൈ അവന്റെ ബാഗ് വെക്കുമ്പോ അനങ്ങുമെന്ന് മനസ്സിലാക്കിയ പെണ്ണ് അങ്ങോട്ട് ചെന്ന് മുട്ടി വീഡിയോ ഉണ്ടാക്കിയെന്നാ ഇവര് മനസ്സിലാക്കിയത്. അവർക്ക് എങ്ങനെയാണെങ്കിലും മനസ്സിലാക്കിയാലോ, ഇവർക്ക് തോന്നിയ പോലെ മനസ്സിലാക്കാം. അവളോട് നിന്നു, അവൾക്കൊരു ഭാവം ഉണ്ടായില്ല, അവള് പ്രതികരിച്ചില്ല. അവള് പ്രതികരിക്കാൻ വന്നല്ലടോ, അവളറിയാതെ സംഭവിച്ചതല്ല. അവളുടെ ബോഡി അങ്ങനെ യൂസ് ചെയ്തതാണ് ഇങ്ങനെ ഒരു സംഭവം തെളിയിക്കാൻ വേണ്ടിട്ടല്ല, അത് കാണിക്കാൻ വേണ്ടി. മനസ്സിലാവില്ല, അതങ്ങനെ മനസ്സിലാവില്ല. കാരണം ഇവരുടെ ബോധം ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചേക്ക്. അവര് പറയുന്നത് അങ്ങനെ ആള് മരിച്ചു, അപ്പൊ തന്നെ പരിപാടി തീർത്തു. വേറെന്തോ പിടിച്ചു കൊടുത്തു. അതിന് മീഡിയ കൂട്ട് നിൽക്കുന്നു പറയുന്നതാണ്. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഇവർക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത് അല്ല, ഇത് മനസ്സിലാവാഞ്ഞിട്ടല്ലത്, ഇത് മനഃപൂർവ്വം ചെയ്യുന്ന. എന്നിട്ട് പോട്ടെ, ഈ പൊട്ടന്മാരുണ്ട് കുറെ യൂട്യൂബർ പൊട്ടന്മാരെന്ന് പറഞ്ഞോണ്ട്, ഈ എന്താ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞവൻ എനിക്ക് റീച്ച് കൂടി എന്ന് പറഞ്ഞോണ്ട് യൂട്യൂബിലെ കുറച്ച് സീനൊക്കെ എടുത്ത് വെച്ചിട്ട് കണ്ടോ കഴിഞ്ഞ വീഡിയോക്ക് ഒന്നും റീച്ച് ഇല്ല. ലൈവിനകത്ത് അങ്ങനെ റീച്ച് ഒക്കെ ഇട്ട് ഞാൻ 4 മണിക്കൂർ പറഞ്ഞ അതിനകത്ത് ഒരു 1 മില്യൺ എന്നൊക്കെ പറഞ്ഞ് വേണം എനിക്ക് ഇത് കാണിക്കാൻ പറ്റും. 1 മില്യൺ ഒന്നും വരത്തില്ല, എന്നാലും 100K വ്യൂസ് ഒക്കെ കാണിക്കാൻ പറ്റും. അത് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലും അറിയത്തില്ല അവൻ. എന്നിട്ട് ഇതൊന്നും മനസ്സിലായില്ല. ഈ മീഡിയ ഉണ്ടാക്കുന്ന പരിപാടി, മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്ന ഒരു റീച്ച് ഉണ്ടാക്കാനല്ലേ അപ്പൊ ഇതൊക്കെ ചെയ്തത്. ഒരു പരിപാടി അവതരിപ്പിക്കുക, പൈസ മുടക്കി ആൾക്കാരെ വിളിച്ചു വരുത്തിട്ട്. അതൊന്നും ഈ പൊട്ടനൊന്നും മനസ്സിലാകത്തില്ല. ഇല്ല, അവൻ എന്താ ചെയ്യുന്നേ? അവൻ ഇതുപോലത്തെ അനാലിസിസ് അല്ലേ നടത്തിയത്, വണ്ടിക്കകത്ത് കുത്തിയിരുന്നുകൊണ്ട് പൊട്ടത്തരം പറയുക. അവനും കണ്ടിട്ട് മനസ്സിലായില്ലെന്ന്. അതിന് അപ്പൊ പറയുക എനിക്ക് റീച്ച് കൂട്ടാനാണ്. അത് ഞാൻ എന്നാ ഒരു കാര്യം പറയാം, നിനക്ക് അറിയാത്തോണ്ടാ.
നീ ഫേസ്ബുക്കിൽ കയറി നോക്കണം, അത് അതിനകത്ത് മനസ്സിലാകത്തില്ല. എൻ്റെ അനലറ്റിക്സിലേ കാണത്തുള്ളൂ. അത് 20 million ആണ് അതിന്റെ റീച്ച് ഈ കഴിഞ്ഞ മാസം. അത് യൂട്യൂബിലല്ല അത് സംഭവിച്ചത്. അതൊന്നും അറിയത്തില്ല. അത് ഞാൻ പറയുകയാണ് എന്നൊക്കെ ഞാൻ എന്നിട്ട് അതിനകത്ത് ആകെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നുള്ളൂ. അത്രയും പേര് ഈ സാധനം കാണുന്നുണ്ട്. അത് നീ കാണിക്കുന്ന ഈ കൂറ്റുവിനകത്ത് 10 വ്യൂ കൊണ്ടല്ല അത് നടന്നത്. 20 million എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ ഇത്രയും പേരെടുത്ത് എത്തിയത്? സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. അതൊന്നും പിന്നെ വലിയ പൈസ ഉണ്ടാക്കിയത് വെച്ചാൽ അതിനകത്ത് റവന്യൂ കുറവാണ്, റീച്ച് മാത്രമേ ഉള്ളൂ. അത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അത്രയൊക്കെ പോയിട്ട് ചിലപ്പോൾ ഭയങ്കര പൈസ വരുമെന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നത്. ഞാനും അങ്ങനെ വിചാരിച്ചു. പക്ഷെ അതിനകത്ത് പൈസയൊന്നും അല്ല അതിൻ്റെ പ്രശ്നം. അങ്ങനെ ആലോചിച്ചില്ല. പിന്നെ ഒരു ദിവസം നോക്കി ഇമാർ റീച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ നോക്കിയത് ഇത് എന്ത് ഇവിടെ അനലറ്റിക്സ് നോക്കിയപ്പോൾ ഇവിടെ 20 million. അതെന്ത് സംഭവമാണ്? പോയി. അതെന്ത് പോക്കാ പോയത്? അത്രയും പേര് ഇത് അറിഞ്ഞില്ലേ? അതായത് ഈ ആൾക്കാർക്ക് ഇവിടുത്തെ മനുഷ്യരുടെ എനിക്ക് തോന്നുന്നുള്ള ഈ ചാനലുകാർക്കൊന്നും അല്ല. എന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ കാര്യമുണ്ട്. ഈ 2 കോടി അല്ല 2 കോടി ആൾക്കാരല്ല ഇത് കണ്ടേക്കുന്നത്. ഞാനൊരു 100 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, മനസ്സിലായി? പല ചാനലിലാണ് ഇട്ടേക്കുന്നത്, പല പേജിലാണ് ഇട്ടേക്കുന്നത്. അതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ 2 കോടി ആൾക്കാർ വന്നെന്നല്ല. ചിലപ്പോ ഒരു 10-30 ലക്ഷം പേര് എന്റെ ഒരു 50 പോസ്റ്റ് കണ്ടതായിരിക്കും അത്. പക്ഷെ എന്നാലും 50 പോസ്റ്റും ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുമാണ്, മറ്റേ എതിർത്തുകൊണ്ടുമാണ്. അതുകൊണ്ട് മാത്രം അത്ര ആൾക്കാർ കണ്ടിട്ട് ആകെപ്പാടെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് പറയുന്ന ഈ ഊളകൾ നിന്റെയൊക്കെ ഫോളോവേഴ്സ് ആയിരിക്കും. അല്ലാത്തവരാരും ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ് ശരിയാണ്, ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഈ പോസിറ്റീവ് കമന്റ്സ് കിട്ടുന്നത്. ബോധമില്ലാത്തവന്മാരല്ലേ ഇവനെയൊക്കെ ഫോളോ ചെയ്യത്തുള്ളൂ. ഭൂരിപക്ഷം വരുന്നവര് അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാ. അതെ. ഇവന്മാരെന്ത് വന്നാലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വിഡ്ഢികളായിട്ടുള്ള മനുഷ്യരെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. അത് അങ്ങനെ നിർത്തുന്ന എളുപ്പം. അതുകൊണ്ടാണല്ലോ ഈ ഫെഡറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ലൈക്ക് ഇപ്പൊ കോൺഫിഡൻഷ്യൽ സാധനങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാ, ഗവൺമെന്റിന് എല്ലാ നാട്ടുകാരോട് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാണ്, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. അപ്പം എല്ലാരും എല്ലാം അറിയിക്കുന്നൊന്നുമില്ല. നമ്മളൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഡീൽ ചെയ്ത് കൊണ്ടുപോകുക അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഈ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവർ ആ സെൻസിൽ അത് മനസ്സിലാക്കുള്ളൂ. ഇതൊരു ജാതീയ വ്യവസ്ഥയിൽ ജീവിക്കുന്ന സമൂഹം ജീവിക്കുന്ന നാടാ. ഇവിടെ എല്ലാം മതവും ജാതിക്കകത്ത് ഈ പറയുന്ന ഹൈറാർക്കി ഉണ്ട്. ഏത് അതുണ്ട്, മുകളിലത്തെ ആളുണ്ട്, താഴത്തെ ആളുണ്ട്. അപ്പൊ സ്ത്രീയൊക്കെ നിൽക്കേണ്ട സ്ഥലമുണ്ട്. അവിടെയൊക്കെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. എത്ര പുരോഗമനം മറ്റേതാന്നൊക്കെ പറഞ്ഞാൽ ഈ നാടിങ്ങനെയാ. ഈ കൂട്യൂബർ എന്ന് പറഞ്ഞവന്മാര് വീഡിയോ എടുക്കാറുണ്ട് എപ്പോഴും. അനാലിസിസും ക്രിറ്റിസിസവും അവന്റെ മറ്റിടത്തെ കോണയൊക്കെ ആയിട്ടിരിക്കുക. പക്ഷെ ഇവന്മാർക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, വീഡിയോ കണ്ടിട്ട് പിടികിട്ടുന്നില്ല. എങ്ങനെ ഇതെടുത്ത വീഡിയോ ആണ്, എന്തിനെടുത്ത വീഡിയോ ആണ്, ഇതെങ്ങനെയാണ് ഇതിനെ ആ പൊസിഷനോ അല്ലെങ്കിൽ അയാൾ നിന്ന സ്ഥലമോ, അങ്ങോട്ട് പോകേണ്ട ആൾ എന്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വരുന്നു, അയാളുടെ കൈ ബാഗ് എപ്പോഴും ഇങ്ങനെ പൊങ്ങുന്നു, ഈ ബാഗ് പൊക്കുന്നതിനുള്ള നോട്ടങ്ങൾ, ഇതൊന്നും അവർ കാണുന്നേ ഇല്ല. ഇവന്മാർ എന്ത് തേങ്ങ ഇവന്മാർക്ക് അറിയാവുന്ന ഒരു വെണ്ടയും മനസ്സിലാവാത്ത പറയണ്ട. എത്രാമത്തെ പ്രാവശ്യം അറിയാം ഇവന്മാർ ഇത്തിരി പൊട്ടത്തരം പറയുന്നു. സർക്കാസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആൾക്കാരാ. അല്ല ഇവന്മാർ എത്രാമത്തെ പ്രാവശ്യം ഇങ്ങനത്തെ വിഡ്ഢിത്തരം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എടുത്ത് കാണിക്കും. ഞാൻ ആദ്യമൊക്കെ ഈ ചീക്രറ്റിനൊക്കെ പറയാന്ന്, പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഈ ബോധമില്ലാത്തവരോടൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ഇവിടെ നേരിട്ട് പറഞ്ഞാൽ ഇവന് മനസ്സിലാകത്തില്ലെന്നേ. അവൻ പിന്നെയും ചെന്നിട്ട് ഇത് തന്നെ പറയും. കാരണം എന്താ വെച്ചാൽ ഈ നീയൊക്കെ റീച്ച് ഉണ്ടാക്കുന്നത് ഇതിനാണെന്ന് അറിയാം. ഇങ്ങനെയാണ് ഈ അരി എന്നൊക്കെ പറഞ്ഞ് അരി ഉണ്ടാക്കാനാന്ന് പറഞ്ഞ് വലിയ വേറെ കാര്യം പറഞ്ഞ പോലെ പറയുന്നൊന്നും അല്ല. പൈസ കിട്ടുമായിരിക്കും, പക്ഷെ ഇത് എല്ലാവർക്കും മനസ്സിലാവും. ബോധമില്ലാത്തവരുടെ മുന്നിൽ വലിയ ആൾ കളിക്കുന്നതിലൊന്നും വലിയ കഥയൊന്നും ഞാൻ കാണുന്നില്ല. ആദ്യം അതെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു ബോധം വെക്കണം. അതുമില്ല. ഇത് ഉമ്മാരെ കുറെ പൊട്ടന്മാരുടെ ഇടയിൽ നിന്ന് ഭയങ്കര സെപ്റ്റി ടാങ്കർ എങ്ങാണ്ട് ചാടിയിട്ട് അതിനകത്ത് ഏറ്റവും വലിയ പുഴുവാന്നും പറഞ്ഞ് സെപ്റ്റി ടാങ്കിൽ ഏറ്റവും മുഴുത്ത പുഴു അത് മോഹൻലാല. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനത്തെ കുറെ കുഞ്ഞിപ്പുഴുക്കൾ. കഷ്ടം. എതിയായിട്ട് നോക്കണേ. എവിടെയെങ്കിലും വന്നിരുന്നൊന്ന് കാണിച്ചൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് നേരിട്ടൊന്ന് വന്നിരിക്കാവോ? എൻ്റെ അടപ്പ് തെറിക്കുമെന്ന് അത്രേ പറയാനുള്ളൂ. കൊണകൊണാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്ന് പറയാനൊന്നും നീ ഒന്നും ആയിട്ടുമില്ല. എന്നൊന്ന് എഴുന്നേറ്റൊന്ന് ഇങ്ങോട്ട് എറണാകുളം വരെ വരുമ്പോൾ ഒന്ന് വിളിക്കാവുന്നു. അന്ന് ഞാൻ തീർക്കും നിന്റെ ഈ ഇത്തിരി പരിപാടിയൊക്കെ. മേലിൽ ഇവിടെ എങ്ങും വന്ന് എന്നെ ഇനി വിളിച്ചു പോയ അങ്ങനെ ധൈര്യത്തിലൊന്നും വന്നേക്കരുത്. അത് ചുമ്മാ അറിയാല്ല, ഇവനൊക്കെ ഒന്നിനും കൊള്ളത്തില്ലെന്നുള്ളതാ. അവിടെ ഇരുന്ന് കുണയ്ക്കാനേ പറ്റത്തുള്ളൂ. എന്നൊന്ന് നേരിട്ടൊന്ന് ഇറങ്ങി നീ ഈ വിഷയമായിട്ട് ഇങ്ങോട്ട് വാ. അല്ല പിന്നെ എന്താ പറയണ്ട, ഈ പൊട്ടനെയൊക്കെ എന്താ വിളിക്കണ്ട പിന്നെ? അല്ല എനിക്കറിയാം ഇവനൊക്കെ എന്തുവാന്ന് വിചാരിച്ചോണ്ട് ഈ പറയുന്നത്. ചെറുത്താൻ റീച്ച് കിട്ടിയത്. എന്നാ നീ ഇങ്ങോട്ടൊന്ന് വന്നേ, നിന്നെ കാണിച്ചു തരാം റീച്ച്. ഇത് മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഏത് വിഷയം
തനിക്ക് മനസ്സിലായോ? അതും ഒരു കണ്ടന്റാണ്. അതായത് ചെകുത്താന് റീച്ച് കിട്ടിയെന്ന് പറഞ്ഞിടുന്നത് ഒരു കണ്ടന്റ് അല്ലേ? അല്ലാതെ എനിക്ക് അത്ര സംശയം ഉണ്ട്. ഇനി ഇങ്ങോട്ട് വരണം കേട്ടോ. ഞാൻ എന്തെങ്കിലും എതിർത്ത് പറയുന്നതിന് ഡൗട്ട് ഉണ്ട്, നേരിട്ട് വന്നിട്ട് നീ നിന്റെ അതിനകത്ത് ഇട്ടോ. അതിനൊന്ന് അല്ല ലൈവ് ഒക്കെ ഇടണം, അല്ല നീ കട്ട് ചെയ്തിട്ടിടുക. അത്രയും പാഴ. അതിനുള്ള ഉറപ്പൊക്കെ നിനക്കൊക്കെ ഉള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പൊ എന്തോ ഇത് അത് മനസ്സിലാക്കാൻ ബോധമില്ല. ഉടനെ തിരിച്ച് കോണയം കൊണ്ട് വരിക, ഏതാണ്ട് റീച്ച് എന്നും പറഞ്ഞുകൊണ്ട്. അത്ര സഹിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്. നീ ഇവിടെ ഇടയ്ക്കൊക്കെ വന്നു പോയെന്ന് ഞാൻ അറിഞ്ഞാന്ന്. ഇങ്ങോട്ട് പോര് അല്ലേ? നേരിട്ട് അങ്ങ് കാണിച്ചു തരാം നിനക്ക് എന്താ നിനക്ക് തെറ്റിയത്. ആ സാധനം മനസ്സിലാവാത്തോണ്ട് തന്നെ ആയിരിക്കും. മനസ്സിലാവാത്തോണ്ടൊന്നും ആയിരിക്കത്തില്ല, മനസ്സിലായി കാണത്തില്ല, അതിനുള്ള ബോധമില്ല, അല്ലെ അവനെ റീച്ച് തപ്പി പോകത്തില്ല. മനസ്സിലായിട്ടുണ്ടാവില്ല. ആ സാധനം കണ്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ. നിന്നെ അല്ല ആ മാടപ്പിള്ളേ കീടപ്പിള്ളേ എന്താണ് ഒരുത്തിനോടുണ്ട്. ഒരു ഇവന്മാർക്കൊക്കെ ഭയങ്കര മില്യൺ വ്യൂസ് ഒക്കെയാണ് ഇതിനെ കിട്ടുന്നത്. പക്ഷെ ബോധം എന്ന് പറഞ്ഞൊരു അല്പം ഇല്ലാത്തവന്മാര് ഈ സാധനമായിട്ട് നിങ്ങൾ കണ്ട അനാലിസിസും എടുത്തോണ്ട് നീയൊക്കെ എന്ന് ഇങ്ങോട്ട് വന്ന് ഇറങ്ങാമെങ്കിൽ ഇന്ന് തീർത്തു തരാം. ആ പ്രശ്നം അങ്ങ് തീരുവോ. പിന്നെ മേലെ നീ ഒന്നും പറയത്തില്ല അവൻ തട്ടിയിട്ടില്ലെന്നോ അല്ലെ ഇവള് കുറ്റക്കാരിയാണെന്നോ അല്ലെ ഇത് റീച്ചിനുണ്ടാക്കിയാന്നൊക്കെ ഉള്ള സംശയം മാറ്റിത്തരാം. നേരിട്ടിരുന്ന് സംസാരിക്കും. നേരിട്ട് ഡയലോഗുകൾ ഒരിടത്ത് നിനക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഊമ്പി അങ്ങോട്ട് തിരിച്ചു പോകും. നല്ല മണ്ടനായിട്ട്. ലോകത്ത് ഇത്രയും വലിയൊരു പൊട്ടത്തിലും നീ കാണിക്കത്തില്ല. അതുകൊണ്ട് വരണ്ട, അത്രയ്ക്കും പൊട്ടനാവണ്ട. അവിടെ തന്നെ ഇരുന്നോണ്ട് ഈ ഇമാര് റീച്ച് തപ്പി കളിച്ചാൽ മതി. അല്ലാതെ പറഞ്ഞ കാര്യത്തിനകത്തോട്ട് കയറി അയാളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തൊലിച്ചാന്നൊക്കെ ആണ്ട് ഇവൻ പറയുക. ഏതാണ്ടൊക്കെ ഇയാൾ ഇരുന്ന് പറയുവാണ്. അവനതാ മനസ്സിലാകുന്നത്. അങ്ങനെ ഉണ്ട്. നീ വാ, നിനക്ക് ഞാൻ പറഞ്ഞു തരാന്ന്, നിന്നെ ഞാൻ കാണിച്ചു തരാതെ എന്തുവാണ്. നിനക്ക് മനസ്സിലാകുന്നില്ലേ കാണിച്ചു തരാം. പിന്നെ ടൈം കഴിഞ്ഞു റെക്കോർഡിങ്.